യെസ് ഹലോ ഗൈസ് വെൽക്കം ടു LCFX. അപ്പോൾ നമ്മളിവിടെ ഈ ചാനലിലൂടെ പഠിക്കാൻ പോകുന്നത് എന്താണ് ഫോറക്സ് ട്രേഡിംഗ്, അപ്പോൾ എങ്ങനെയാണ് ടെക്നിക്കൽ അനാലിസിസും കാര്യങ്ങളും മാത്രമാണ് നമ്മൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാൻഡിൽസ്. എന്താണ് ക്യാൻഡിൽസ്, എത്ര ടൈപ്പ് ക്യാൻഡിൽസ് ഒക്കെ ഉണ്ട്, അപ്പോൾ ക്യാൻഡിൽസിൻ്റെ ബോഡി പാർട്സും കാര്യങ്ങളാണ്, എങ്ങനെയാണ് ഒരു ക്യാൻഡിൽ ഫോം ആവുന്നത്, എങ്ങനെയാണ് ഒരു ക്യാൻഡിൽ ക്ലോസ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആൻഡ് ബെയറിഷ് ക്യാൻഡിൽ. അപ്പോൾ ഈ രണ്ട് ക്യാൻഡിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഫോമിങ്, അതായത് ഒരു ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ എത്ര തരം പാർട്സും കാര്യങ്ങളും ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റേഞ്ച്, ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ക്യാൻഡിൽസ്, ഇത് ബുള്ളിഷ് ആൻഡ് ബെയറിഷ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ബോഡി പാർട്സ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ആക്ച്വലി ഇവിടെ തൊട്ട് ഈ ഒരു ഏരിയ ആണ് ഈ ക്യാൻഡിലിൻ്റെ ബോഡി എന്ന് പറയുന്നത്. അതിന് മുകളിലുള്ള ഒരു സ്റ്റിക്ക്, ഒരു കമ്പ് പോലത്തെ ഒരു ഇത് എന്ന് പറയുന്നത് ഒരു വിക്കാണ്. ആക്ച്വലി അതിൻ്റെ പേരാണ് വിക്ക്. അതിൻ്റെ താഴെയുള്ളത് ബോഡി, അതിൻ്റെ താഴെയുള്ളത് വിക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് ഈ ഒരു ഏരിയയിലാണ്. അതായത് ഈ ഒരു ക്യാൻഡിൽ ഓപ്പൺ ആയിട്ടുള്ളത് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഓപ്പൺ ആയിട്ട് താഴേക്ക് പോയി. അതായത് ഈ ഒരു മൂമെൻ്റ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിന്ന്, ഏകദേശം ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിന്ന് ഓപ്പൺ ആയ സമയത്ത് സഡൻലി ഇത് താഴേക്ക് വന്നിട്ട് പിന്നെ മുകളിലേക്ക് പോയി. അങ്ങനെയാണ് ഇപ്പോൾ ഓപ്പണിംഗ് പ്രൈസിൻ്റെ, ഇപ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് പ്രൈസിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, താഴേക്ക് പോയിട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അതിന് ബോഡി ക്രിയേറ്റ് ആവും. അതേപോലെ തന്നെ ഈ വിക്കും അങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നത്. അതായത് ഓപ്പണിംഗ് പ്രൈസിൻ്റെ താഴെ വന്നിട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോഴാണ് ബോഡി ക്രിയേറ്റ് ആവുന്നത്. അതിനുശേഷം ഇത് ഇവിടെ വന്ന് ക്ലോസ് ആവും. അപ്പോൾ ഇവിടെ വന്ന് ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു പോയിന്റ് വരെ ഈ ഒരു ക്യാൻഡലിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നാണ് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് പ്രൈസ് ക്ലോസ് ആയി. അതായത് ഒരു 1 മിനിറ്റ് ക്യാൻഡിലാവാം, ഒരു 50 മിനിറ്റ് ക്യാൻഡിലാവാം, അല്ലെങ്കിൽ 30 മിനിറ്റ് 1 അവർ ഏത് ക്യാൻഡിലായാലും ഇങ്ങനൊരു ഫോർമാറ്റിലായിരിക്കും ക്യാൻഡിൽസ് ഏകദേശം ഫോം ആവുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ബെയറിഷ് ക്യാൻഡിലും. അപ്പോൾ അതായത് അതിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ക്ലോസിംഗ് പ്രൈസ് ഇവിടെ ആയിരിക്കും, ഈ ഒരു റേഞ്ചിലായിരിക്കും. അപ്പോൾ അതായത് ആദ്യം തന്നെ പ്രൈസ് ഓപ്പൺ ആയി, പിന്നെ കുറച്ച് മുകളിലേക്ക് പോയി, ഏകദേശം ഇങ്ങനെ ആയിരിക്കും. ഇവിടെ പ്രൈസ് ഓപ്പൺ ആയി കുറച്ച് മുകളിലേക്ക് പോയിട്ട് സഡൻലി മാർക്കറ്റ് താഴേക്ക് വരും. സഡൻലി ആയിരിക്കില്ല, ഏകദേശം ഈ റേഞ്ചിലായിരിക്കും മാർക്കറ്റ് ഇങ്ങനെ വന്ന് ഇവിടം വരെ എത്തി, എന്നിട്ട് ഈ ഒരു റേഞ്ചിൽ വന്ന് ക്ലോസ് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ബെയറിഷ് ക്യാൻഡിൽ ഫോം ആവുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ബോഡി പാർട്സ് ഉണ്ട്? ക്യാൻഡിലിൻ്റെ ബോഡി ഉണ്ട്, വിക്സ് ഉണ്ടാവും, പിന്നെ ക്ലോസിംഗ് റേഞ്ച് ഉണ്ട്, ഓപ്പണിംഗ് പ്രൈസ് ഉണ്ട്. പിന്നെ വേറൊരു ടൈപ്പ് ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് റേഞ്ച് ഇതാണ്. ഓക്കെ, ഓപ്പണിംഗ് റേഞ്ച് ഇതാണ് ഇവിടുത്തെ ഓപ്പണിംഗ് റേഞ്ച് അല്ലേ. അപ്പോൾ അതിൻ്റെ വിക്കില്ല. അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ചാൽ ഓപ്പണിംഗ് പ്രൈസ്, അതായത് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വന്നിട്ടില്ല, നേരെ മുകളിലോട്ട് പോയിട്ട് ഇവിടെയാണ് ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ക്ലോസിങ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ബെയറിഷ് ക്യാൻഡിലും. ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട്, അതായത് ഇതാണ് ഓപ്പൺ പ്രൈസ്, ഇത് ഓപ്പൺ പ്രൈസ്, ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ മുകളിലോട്ട് പോയിട്ടില്ല, അപ്പോൾ വിക്ക് ക്രിയേറ്റ് ആയിട്ടില്ല, എന്നിട്ട് നേരെ താഴോട്ട് വന്നു, ഇത് ക്ലോസിങ്, ഇവിടെ ക്ലോസ് ആയി, ഇത് ക്ലോസിംഗ് റേഞ്ച് കിട്ടി. അപ്പോൾ ഇങ്ങനെയും ഒരു ഫോർമേഷൻ ഉണ്ടാവും ക്യാൻഡിലിൻ്റെ. അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. രണ്ട് ടൈപ്പിലാണ് ഇപ്പോൾ ക്യാൻഡിൽ ഫോർമേഷൻ ഉള്ളത്. ഒന്ന് വിക്കുള്ള ക്യാൻഡിൽ ഉണ്ടാവും, ഒന്ന് വിക്കില്ലാത്ത, അതായത് ഒരു സൈഡിൽ വിക്ക് ഉണ്ടാവില്ല, ഒരു സൈഡിൽ വിക്ക് ഉണ്ടാവും. ഓക്കെ, മറ്റൊരു ക്യാൻഡിൽ എന്ന് പറയുന്നത് രണ്ട് സൈഡിലും വിക്ക് ഉണ്ടാവും. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ വിക്ക്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മൾ ട്രേഡേഴ്സാണ്, അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ വിക്ക് അതിനെക്കുറിച്ച് പഠിക്കണം. ഓപ്പണിംഗ് പ്രൈസ് വിത്ത് വിക്ക്. ഓക്കെ, അപ്പോൾ അതാണ് ഈ താഴെ, അതായത് ഇപ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഏതായിക്കോട്ടെ, ബെയറിഷ് ക്യാൻഡിൽ ആയിക്കോട്ടെ, ബുള്ളിഷ് ക്യാൻഡിൽ ആയിക്കോട്ടെ, അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള വിക്ക്, അതായത് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ ഇവിടെ തൊട്ട്, അതായത് ഈ ഒരു റേഞ്ച് തൊട്ട്, ഓപ്പണിംഗ് റേഞ്ച് തൊട്ട് അതിൻ്റെ താഴെയുള്ള വിക്ക്, ഈ ഒരു പ്രൈസ് പോയിന്റ് വരെ അതിനെ ഡിമാൻഡ് സോൺ എന്നാണ് പറയുക. അപ്പോൾ അതുപോലെ തന്നെയാണ് മുകളിലുള്ള വിക്ക്, അതായത് ഈ ഒരു ക്ലോസിംഗ് റേഞ്ച് തൊട്ട് ഈ ഒരു വിക്ക് വരെ, ഇവിടെ വരെ, അപ്പോൾ അതിനെ സപ്ലൈ സോൺ എന്നാണ് പറയുക. ഓക്കെ, ഇതാണ് ഈ ക്യാൻഡിലിൻ്റെ സപ്ലൈ സോൺ, ഇത് ഡിമാൻഡ് സോൺ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഇപ്പോൾ ബെയറിഷ് ക്യാൻഡിലാകുമ്പോൾ അതിന് വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇതാണ് സപ്ലൈ സോൺ, ഇതാണ് ഡിമാൻഡ് സോൺ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ക്യാൻഡിൽ ബോഡി പഠിച്ചു, വിക്ക് പഠിച്ചു, ക്ലോസിംഗ് റേഞ്ച് പഠിച്ചു, ഓപ്പണിംഗ് റേഞ്ച് പഠിച്ചു, ഡിമാൻഡ് സോൺ പഠിച്ചു, സപ്ലൈ സോൺ പഠിച്ചു. ഇനി ലാസ്റ്റ് വരുന്നതാണ് ലിക്വിഡിറ്റി. ഓക്കെ, ഈ ഒരു ക്യാൻഡിലിൻ്റെ
ടോപ്പ്, അതായത് 2 ക്യാൻഡിലിൻ്റെ ഇപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം, അതായത് ഏറ്റവും മുകളിലത്തെ ഭാഗം. ഇതാണ് ലിക്വിഡിറ്റി, 2 സൈഡിലത്തെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റി എന്താണെന്നുള്ളതൊക്കെ നമ്മൾ അടുത്തടുത്ത ക്ലാസ്സുകളായിട്ട് പഠിക്കും. ഇതാണ് ലിക്വിഡിറ്റി പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ ഈ 2 അറ്റം എന്ന് പറയുന്നത് ലിക്വിഡിറ്റീസ് ആണ്. അതും ഈ ക്യാൻഡിലിനായാലും ക്യാൻഡിൽസ് ഏതെടുത്ത് കഴിഞ്ഞാലും ലിക്വിഡിറ്റി പോയിന്റ് ആണ്. ഓക്കെ, ക്യാൻഡിലിൻ്റെ അറ്റങ്ങൾ ലിക്വിഡിറ്റി ആയിരിക്കും, ലിക്വിഡിറ്റി പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? ക്യാൻഡിലിൻ്റെ അതായത് ക്യാൻഡിൽ ബോഡി പഠിച്ചു, വിക്ക് പഠിച്ചു, ക്ലോസിംഗ് റേഞ്ച്, ഓപ്പണിംഗ് റേഞ്ച്, എങ്ങനെയാണ് ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടാകുന്നത്, 2 ടൈപ്പിലാണ് ക്യാൻഡിൽ ഫോർമേഷൻ ഉള്ളത്, അപ്പോൾ അത് പഠിച്ചു. പിന്നെ ഡിമാൻഡ് സോൺ പഠിച്ചു, സപ്ലൈ സോൺ പഠിച്ചു. പിന്നെ ഉള്ളത് ലിക്വിഡിറ്റി, ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റി, അതായത് ലിക്വിഡിറ്റി എന്താണെന്നുള്ളത് നമ്മൾ ഇനി ഉള്ള ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ, ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് സെഷനിൽ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.